നമസ്കാരം. ലെബനനും ഇസ്രയേലും തമ്മിൽ 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയുടെ പ്രധാന കേന്ദ്രമായ ബിച്ച്ൻ ജബിൽ ഇസ്രയേൽ സൈന്യം ഉടൻ കീഴടക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കു നേരെ സൈനിക നീക്കം ശക്തമായി തുടരുമെന്നും അതേസമയം തന്നെ ലെബനനുമായി സമാധാന ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയുടെ തലസ്ഥാനം എന്നാണ് ബിജ്നെ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഹിസ്ബുള്ളയുടെ ഈ വലിയ കോട്ടയെ തങ്ങൾ ഉടൻ ഇല്ലാതാക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. കഴിഞ്ഞ 40 വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ലെബനുമായി ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടക്കുന്നത്. ഇസ്രയേൽ സൈനികമായി വളരെ ശക്തമായതുകൊണ്ടാണ് ലെബനൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് എന്നാണ് നെതന്യാഹുവിന്റെ അവകാശവാദം. ഹിസ്ബുള്ളയെ നിഷ്ക്രിയമാക്കുക, ശക്തിയിലൂടെ സുസ്ഥിരമായ സമാധാനം ഉറപ്പാക്കുക എന്നിവയാണ് ചർച്ചയിലൂടെ ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇറാനുമായുള്ള ചർച്ചകൾ അമേരിക്കയും ഇസ്രയേലും ഒരേ ലക്ഷ്യത്തോടെയാണ് നീങ്ങുന്നത്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച ആണവ പദാർത്ഥങ്ങൾ നീക്കം ചെയ്യുക, ആണവശേഷി ഇല്ലാതാക്കുക, ഹോർമോസ് കടലെടുക്ക് തുറന്നു കൊടുക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. ചർച്ചകൾ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നും വീണ്ടും യുദ്ധം ഉണ്ടായാൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇസ്രയേൽ സജ്ജമാണ് എന്നാണ് നെതന്യാഹുവിന്റെ അവകാശവാദവും ഒരു മുന്നറിയിപ്പും. ഇസ്രയേലുമായി ഏറ്റുമുട്ടുന്ന ഹിസ്ബുള്ളയെ കുറിച്ചുള്ള ട്രംപിന്റെ പ്രസ്താവനകൾ പരാമർശമില്ല. അതേസമയം തുടർ ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളുടെയും ഭരണത്തലവന്മാരെ ട്രംപ് വൈറ്റ് ഹൌസിൽ ക്ഷണിച്ചിട്ടുണ്ട്. സമാധാനം കൈവരിക്കാനുള്ള നീക്കങ്ങളിൽ വൈസ് പ്രസിഡന്റ് JD വാൻസും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്കും ട്രംപ് നിർദ്ദേശം നൽകി. ഇസ്രയേലുമായി താൽക്കാലിക വെടിനിർത്തൽ കരാറിന് ലെബനീസ് പ്രധാനമന്ത്രി നവാബ് സലാം സ്വാഗതം ചെയ്യുകയും ചെയ്തു. യുദ്ധം തുടങ്ങിയ കാലം മുതൽ ലെബനൻ ഇത്തരം ഒരു കരാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും വെടിനിർത്തൽ നടപ്പിലാകുന്നതോടെ യുദ്ധത്തെ തുടർന്ന് വീടുകളിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നവർക്ക് സുരക്ഷിതമായി തിരിച്ചെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഹിസ്ബുള്ളയുടെ നന്നായി പെരുമാറുവാനും സമാധാനങ്ങളെ പിന്തുണയ്ക്കുവാനും ആവശ്യപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വെള്ളിയാഴ്ച വന്നതോടെ ട്രംപിന്റെ അഭ്യർത്ഥന ശ്രദ്ധേയമായതും.